വെൽക്കം ടു എ ഡേ ഇൻ പാരഡൈസ് ഓൺ എർത്ത്. ഞാനിപ്പം നിൽക്കുന്നത് ഞാൻ താമസിക്കുന്ന ജർമ്മനിയിലെ റൈഹ്നോ എന്ന കുഞ്ഞ് ഐലൻഡിലെ ഹയസ്റ്റ് പോയിന്റിലാണ്. സദേൺ ജർമ്മനിയിലെ ലേക്ക് കോൺസ്റ്റൻസിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഐലൻഡിൽ ഏകദേശം 4000 പേർ മാത്രമാണ് താമസിക്കുന്നത്. 4.5 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയുമുള്ള ഈ ഐലൻഡിന്റെ ചുറ്റുമുള്ള ദൂരം ഏകദേശം 11 കിലോമീറ്റർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ള ടൗണിൽ നിന്നും അല്ലെങ്കിൽ ദൂരെ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ ഈ ഐലൻഡിന് ചുറ്റും സൈക്കിൾ ചെയ്യാനായിട്ട് ടൂറിസ്റ്റായി വരാറുണ്ട്. ജർമ്മനി സ്വിറ്റ്സർലൻഡ് ബോർഡറിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഈ ലേക്കിന്റെ അപ്പുറത്ത് നിങ്ങൾ കാണുന്ന ഈ ഭാഗം സ്വിറ്റ്സർലൻഡാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിൽ. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുന്നേ ബിഷപ്പ് എർമിൻ സ്ഥാപിച്ച റൈഹ്നോ മൊണാസ്ട്രി അന്നത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട റിലീജിയസ് ആൻഡ് കൾച്ചറൽ സെന്റർ ആയിരുന്നു. ഇവിടുത്തെ 3 ഹിസ്റ്റോറിക്കൽ ചർച്ചസും ഈ റൈഹ്നോ മൊണാസ്ട്രിയും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചർ, അതിനകത്തെ പെയിന്റിങ്സ്, മാനുസ്ക്രിപ്റ്റ്സ് ഇതൊക്കെ ഹിസ്റ്റോറിക്കലി വളരെ റെലവൻ്റ് ആയതിനാൽ 2000-ൽ റൈഹ്നോ ഐലൻഡിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. കോഴികൾ, ആടുകൾ, പിന്നെ ചെമ്മരിയാട്, കുതിരകൾ, പിന്നെ ഒരുപാട് പട്ടികളും പൂച്ചകളും ഒക്കെ ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണാം. ഫാമിംഗ് ഇവിടുത്തെ ഒരു പ്രധാന ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഗ്രീൻ ഹൗസസും ഫാമിങ്ങിന്റെ ആവശ്യത്തിനായി റോഡിലൂടെ പോകുന്ന ട്രാക്ടറുകളും കാണാം. റൈഹ്നോ ഗെമ്യൂസെ അഥവാ പച്ചക്കറികൾ വളരെ പോപ്പുലറാണ്. എൻ്റെ വ്ളോഗ്സിലൂടെ ഈ ഐലൻഡിൻ്റെ ഹിസ്റ്ററിയും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വ്യത്യസ്തമായ ലൈഫും ഒക്കെ ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. ഇത് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.